കുറേ നാളുകൾക്ക് ശേഷം ഒരു കിടിലൻ ആനിമേഷൻ സിനിമ കണ്ടു. IMDb ഈ പടത്തിന് 9.3 ആണ് റേറ്റിംഗ്. ഏർലി സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു മൊത്തം. അതുകൊണ്ടൊന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ റിവ്യൂ ഒന്നും വായിച്ചിട്ടില്ല, കാരണം ചിലപ്പോൾ ഫേക്ക് റിവ്യൂസ് ഒക്കെ വരാറുണ്ടല്ലോ. അതുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആന്തോളജി സിനിമയാണിത്. 3 കഥകളാണ് ഇതിലുള്ളത്. പടത്തിൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ, പ്രിഡേറ്റർ കില്ലർ ഓഫ് ദ കില്ലേഴ്സ്. ഇത് പ്രിഡേറ്റർ ഫ്രാഞ്ചൈസിൽ പെടുന്ന ഒരു ആനിമേറ്റഡ് മൂവിയാണ്. കഴിഞ്ഞ പ്രിഡേറ്റർ സിനിമയായ പ്രേയുമായി ഈ സിനിമയ്ക്ക് ഡയറക്റ്റ് കണക്ഷനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഈ പറയുന്നത് പോലെ ഈ സിനിമ വലിയൊരു സംഭവമാണോ, അത് ഞാൻ പറയാം. ഇതിൽ ടോട്ടൽ 3 കഥകളാണുള്ളത്. പക്ഷേ ഈ 3 കഥകളും തമ്മിൽ കണക്ഷനുണ്ട്. ഫസ്റ്റ് സ്റ്റോറിയുടെ പേര് ദ ഷീൽഡ്. വൈക്കിങ്സ് കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. പ്രിഡേറ്റർ ഏലിയൻസിനെ ഫൈറ്റ് ചെയ്യുന്ന വൈക്കിങ്സിനെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. രണ്ടാമത്തെ കഥയാണ് ദ സോഡ്. ജാപ്പനീസ് സമുറായി കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. മൂന്നാമത്തെ സ്റ്റോറിയാണ് ദ ബുള്ളറ്റ്. അമേരിക്കയിൽ 1941 കാലഘട്ടത്തിൽ നടക്കുന്നൊരു കഥയാണിത്. പ്രിഡേറ്റർ ഏലിയൻസിനെതിരെ അമേരിക്കൻ എയർഫോഴ്സിലെ ഒരാൾ ഫൈറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ കഥ. ഈ 3 കഥയും അവസാനം ഒരുമിച്ച് കണക്റ്റ് ആവുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണല്ലേ കഥ പോകുന്നത് എന്ന് നമ്മൾക്കൊരു ക്ലൂ കിട്ടും. എന്നാലും നമുക്കൊരു വ്യക്തത കിട്ടില്ല. അതിന് ഈ സിനിമ മുഴുവനായിട്ട് കാണണം. ഈ കഥകളുടെ പേര് തന്നെ നോക്കിക്കോ, ദ ഷീൽഡ്, ദ ബുള്ളറ്റ്, ദ സോഡ്. ഈ പേരുകളൊക്കെ ഈ 3 സ്റ്റോറിക്കും വളരെ ആപ്റ്റ് തന്നെയാണ്. ഈ 3 കഥകളും അടിപൊളിയാണ്. ഓവറോൾ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രിഡേറ്റർ ഫ്രാഞ്ചൈസിൽ ഇതുവരെ വന്ന എല്ലാ സിനിമയെക്കാളും ബെസ്റ്റ് തന്നെയാണ്. പിന്നെ ആനിമേറ്റഡ് ആയതുകൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആനിമേഷൻ സ്റ്റൈലിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതൊക്കെ കിടിലാണ്, വേറെ ലെവലാണ്. നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമ R-rated ആണ്, അത് മറക്കണ്ട. നല്ല രീതിയിൽ തന്നെ വയലൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് അഡൽട്ട് സീനുകളൊന്നുമില്ല. സിനിമ തുടങ്ങിയാൽ വളരെ ഫാസ്റ്റ് തന്നെ സിനിമ തീരുകയും ചെയ്യും. എവിടെയും ലാഗില്ല. ചെറിയ രീതിയിലുള്ള ഗ്രാഫിക്കൽ വയലൻസ് കാണുന്നത് നിങ്ങൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും. ആക്ച്വലി ഇതൊരു ഫുൾ ആക്ഷൻ സിനിമയാണ്. ആക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊരു ഇംഗ്ലീഷ് സിനിമയാണെങ്കിലും ഡയലോഗൊക്കെ വളരെ കുറവാണ്. ഇതിൻ്റെ എൻഡ് കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ത്രില്ല് ഫീൽ ചെയ്തത്. കാരണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് എനിക്കറിയണം. കാരണം അങ്ങനെ ഒരു സ്ഥലത്താണ് അവസാനിക്കുന്നത്. പിന്നെ സിനിമ വെറും 1.5 മണിക്കൂറുകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം.